ഒരു വാട്ടർ ടാങ്കിനെ ഭയന്ന് നെഞ്ചിടിപ്പോടെ ജീവിക്കുകയാണ് കൊല്ലം കുളത്തൂപ്പുഴയിലെ ആളുകൾ. പൊട്ടിപ്പൊളിഞ്ഞ കമ്പികൾ തെളിഞ്ഞ വാട്ടർ ടാങ്ക് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയാണുള്ളത്. പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഉടമസ്ഥാ തർക്കങ്ങളാണ് ഈ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിലെ തടസ്സമായി നിൽക്കുന്നത്. കുളത്തൂപ്പുഴ വടക്കേ ചെറുകര നിവാസികളുടെ വെള്ളം കുടി മുട്ടാതിരിക്കാൻ സ്ഥാപിച്ചൊരു ടാങ്കാണ് എനിക്ക് പിന്നിൽ. എന്നാൽ ഇതിൽ നിന്നും ഇവിടുത്തുകാർക്ക് വെള്ളം ലഭിച്ചത് തുച്ഛമായ മാസങ്ങളിൽ മാത്രം. ഇന്നിത് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായി നിലനിൽക്കുകയാണ്. വടക്കേ ചെറുകര ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് 40 വർഷം മുമ്പ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പ്രദേശവാസിയായ പത്രോസിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലാണ് വാട്ടർ അതോറിറ്റി ടാങ്ക് സ്ഥാപിച്ചത്. 40 വർഷത്തിലേറെ പഴക്കമുണ്ടിതിന്. സമീപത്തെ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലെത്തിച്ച പ്രദേശവാസികൾക്ക് ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. പ്രദേശത്തിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ ഇവിടെ 60 അടിയോളം ഉയരത്തിലായാണ് ടാങ്ക് സ്ഥാപിച്ചത്. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി. പക്ഷേ പ്രദേശവാസികൾക്ക് ഇത് അധിക നാളൊന്നും പ്രയോജനപ്രദമായില്ല. ടാങ്കിൽ നിന്നും വെള്ളം ലഭിക്കണമെങ്കിൽ ഉപഭോക്താക്കൾ വാട്ടർ അതോറിറ്റിക്ക് വിഹിതം നൽകേണ്ട സ്ഥിതിയായി. ജലനിധിക്കാർ പറഞ്ഞ് നാട്ടുകാർക്കുള്ള പേരിൽ ആക്കാം. കാരണം അവർ ഒരു വിഹിതം അടയ്ക്കണം ജലവിധിയിൽ, എങ്കിലേ നാട്ടുകാർക്ക് അത് ഉപയോഗിക്കാനോ. അപ്പോൾ ഈ വിഹിതം അടയ്ക്കാൻ നാട്ടുകാർക്ക് വിസമ്മതിച്ചു. അത് കാരണം ഇതിങ്ങനെ അങ്ങ് നിലനിൽക്കുകയും പിന്നെ ജലനിധിക്കാർ ഇതിനകത്ത് ജലം തരുന്ന സംവിധാനങ്ങളും പമ്പ് ഉപയോഗിക്കുന്ന രീതി ഇല്ലാതായി. ഇതോടെ നാട്ടുകാർ പദ്ധതിയിൽ നിന്നും വെള്ളം എടുക്കാതെയായി. അങ്ങനെ ഒരു നോക്കുകുത്തിയായി ഈ ജലസംഭരണി മാറി. സ്ഥിരം രാത്രികളിൽ ഇവർ പേടിച്ചുണരാറുണ്ട് സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഇത് വളരെ അപകടമായ രീതിയിൽ തന്നെ ഇത് നിലനിന്ന് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു തന്നാൽ ഞങ്ങൾക്ക് ഭീഷണി തന്നെയാണ്. ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ട് ഇരിക്കുക. അതുകൊണ്ടൊരു കമ്പി ഇതുകൊണ്ട് വീണ് ഇപ്പം പൊടി കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ ഇത് വീണുകൊണ്ടിരിക്കുക. രാത്രികാലമൊക്കെ നല്ല ശബ്ദത്തിലാണ് വീഴുന്നത്. കാറ്റും മഴയും എത്തുമ്പോൾ ഇവിടുത്തുകാരുടെ നെഞ്ചിടിപ്പ് കൂടും. ടാങ്ക് വീടിന് മുകളിലേക്ക് വീഴുമെന്ന ഭീതിയിൽ രാത്രിയിൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥ. ഒരുപാട് നാളായിട്ട് ഇത് അപകടാവസ്ഥയിലാണ്. ഇതിനടിയിൽ ആൾക്കാർ പോവുകയും അത് ഒരുപാട് പീസുകളൊക്കെ ഇളകി വീഴുകയും ഇതിനടിയിൽ മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തുനിന്ന് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. എൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ തറയിലോട്ട് വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായതോടെ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി വാർഡ് മെമ്പർ തന്നെ രംഗത്തെത്തി. 2022 മുതൽ ഈ ടാങ്ക് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടികൾ തേടുകയാണ്. അപ്പോൾ ഉടമസ്ഥാവകാശമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പഞ്ചായത്തിൻ്റെ രേഖകളിൽ ഇതില്ലായിരുന്നു. ഈ ജലസംഭരണിയുടെ രേഖകളൊന്നും തന്നെ പഞ്ചായത്തിൽ ലഭ്യമല്ല. നിർമ്മിച്ചവർ പൊളിച്ചു നീക്കാനും തയ്യാറായില്ല. ഒടുവിൽ പഞ്ചായത്തു തന്നെ പൊളിക്കാൻ തീരുമാനിച്ചു. നിരവധി വീടുകൾ വാട്ടർ ടാങ്കിന് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ അപകട സാധ്യത മുന്നിൽ കണ്ട കരാറെടുക്കാൻ വന്നവർ പലരും ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ പൊളിക്കാൻ നടപടികളായതായി മെമ്പർ സെറീന ഷാൻ. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ഒന്നടങ്കം തീരുമാനം എടുക്കുകയും അതിന് പ്രകാരം കൊട്ടേഷൻ വിളിച്ചു കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ട്. കരാറുകാരൻ പൊളിച്ചു നീക്കുമെങ്കിലും കമ്പിക്കഷ്ണങ്ങളൊക്കെ പഞ്ചായത്തിന് നൽകണമെന്നാണ് കരാർ. ജനങ്ങൾക്ക് ഭീഷണിയായ ഈ വാട്ടർ ടാങ്ക് ഉടൻ തന്നെ പൊളിച്ചു നീക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുമ്പോഴും അതിനി എത്ര മഴയും വെയിലും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കണമെന്നാണ് ഇന്നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.